ഇന്നലിൽ മുത്തഖീന മഫാസ. വിശ്വാസികളാണ് ആത്യന്തികമായ വിജയം നേടുക എന്നുള്ളത് ഒരു സംശയവുമില്ല. മഫാസ് അത് വിജയത്തിൻ്റെ സമയമാണ്, വിജയത്തിൻ്റെ സ്ഥാനമാണ്. വിജയത്തിൻ്റെ സ്ഥാനം സ്വർഗമാണ്, വിജയിക്കുന്ന സമയം പുനരുത്ഥാനത്തിൻ്റെ ദിവസവും. രണ്ടും കൂടെ ഒറ്റ പ്രയോഗത്തിൽ ഉപയോഗിക്കുകയാണ് ഇവിടെ. ഇന്നലിൽ മുത്തഖീന മഫാസ, അതെ, ഒന്നിച്ചു പ്രയോഗിക്കുകയാണ്. മഫാസ് ഒരു ദർഫായതിനാൽ സമയവും സ്ഥാനവും അത് ഉൾക്കൊള്ളുന്നു. ദുഷ്ടന്മാരോട് അള്ളാഹു പ്രത്യേകം വിധിനിർണയ ദിനത്തെ പരാമർശിച്ചിരുന്നു, പിന്നീട് നരകത്തെക്കുറിച്ചും. എന്നാൽ വിശ്വാസികളിലേക്ക് വരുമ്പോൾ അള്ളാഹു രണ്ടിനെയും ഒന്നിച്ചാക്കി. പുനരുത്ഥാനത്തിന്റെ രാവിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള പരിവർത്തനം ലളിതമാക്കി. ഇന്നലിൽ മുത്തഖീന മഫാസ, സൂക്ഷിക്കുന്നവർക്ക്, ആത്യന്ത വിജയം നേടേണ്ടവർക്ക്. വിശ്വസിച്ചവർക്ക് എന്ന് അള്ളാഹുവിന് പറയാമായിരുന്നു, പക്ഷേ ഇല്ല, അദ്ദേഹം പറഞ്ഞത് സൂക്ഷ്മത പാലിക്കുന്നവർക്കെന്നാണ്. എങ്ങനെയായാലും മനുഷ്യകുലത്തിനായി അള്ളാഹു പണിത സ്വർഗത്തിൽ എത്താനുള്ള പരിശ്രമങ്ങൾ എന്നത് സ്വയം സൂക്ഷിക്കാനുള്ള പരിശ്രമമാണല്ലോ. അവരവരുടെ ഉള്ളകങ്ങളിൽ നിന്നുള്ള തിന്മയിൽ നിന്നാണ് സുരക്ഷിതരാവേണ്ടത്. ഷുഹുൽ അൻഫുസ്, തന്നിലുള്ള അത്യാഗ്രഹത്തിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന്. നമ്മൾ എന്നത് ഒരു ശരീരവും ആത്മാവുമാണ്. ശരീരം മൃഗത്തിൻ്റെതാണ്, അതിന് വിശക്കും, അതിന് ഭക്ഷണം കഴിക്കണം, അതിൻ്റെ ഇച്ഛകൾ നിറവേറ്റണം, ആകർഷകമായ കാര്യങ്ങളിലേക്ക് അതിന് നോക്കണം. ഇങ്ങനെ നിങ്ങളുടെ ശരീരം ചിലത് നിങ്ങളോട് ആവശ്യപ്പെടും. എന്നാൽ നിങ്ങളുടെ ആത്മാവ് അതേസമയം പറയും, വേണ്ട, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. ഇഷ്ടമുള്ളതൊക്കെയും നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല, തോന്നിയ പോലെ ജീവിക്കാൻ കഴിയില്ല, ചിലതിൽ നിന്ന് പിൻവാങ്ങുക തന്നെ വേണം. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് അടിമപ്പെടുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമാകുന്നു. പിന്നെ നിങ്ങൾക്ക് സ്വയം സുരക്ഷിതമാവാൻ കഴിയില്ല. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇക്കാര്യം പെട്ടെന്ന് മനസ്സിലാകും. വർക്കൗട്ട് ചെയ്യാതിരുന്ന് ഒരു മാസത്തെ അവധിക്ക് ശേഷം തിരിച്ചു വന്നാൽ ഒരിക്കലും അതേ ഭാരം എടുക്കാൻ സാധിക്കില്ല. തുടരെ തിരിച്ചു ചെന്ന് മസിലുകൾ ബലപ്പെടുത്തേണ്ടതുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഉള്ളകങ്ങളിൽ തിന്മയെ തടുക്കാനുള്ളൊരു കഴിവുണ്ട്. നിങ്ങൾ എക്സസൈസ് നിർത്തുമ്പോൾ നിങ്ങളുടെ മസിൽ കൂടുതൽ ശോഷിക്കുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ മരണമടഞ്ഞു, കാരണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചലനം മറ്റുപോകുന്നു. ലിയോൻ സിറമൻ ഖാനഹയ്യ, ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ താക്കീത് നൽകുകയുള്ളൂ. നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ലല്ലോ.